السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സ്റ്റേജിലുള്ള സാദാത്യങ്ങൾ, ആലിമ്യങ്ങൾ, ഈ നാടിൻ്റെ എല്ലാമായ ഈ ജമാഅത്തിൻ്റെയും ഇതിൻ്റെ മെയിൻ ജമാഅത്തിൻ്റെയും എല്ലാം പ്രവർത്തകന്മാരായിരിക്കുന്ന സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, മറ്റു ഭാരവാഹികൾ എല്ലാവരും സമ്മേളിച്ചായിരിക്കുന്ന ഒരു സദസ്സാണ്. തന്നെയുമല്ല മജ്ലിസിലും അങ്ങനെ ഈ ജമാഅത്തിൽപ്പെട്ട ഏറെക്കുറെ പ്രായമുള്ളവരും കുട്ടികളും അമ്മമാരും സഹോദരിമാരും രക്ഷിതാക്കളും എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരുമിച്ച് കൂടിയത് ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ്. 32 വർഷമായി ഇവിടെ ഈ ഉമറുൽ ഫാറൂഖ് മസ്ജിദിൽ സലാത്ത് സ്ഥാപിച്ചിട്ട് അതിൻ്റെ സ്ഥാപകൻ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തും കൂടിയായിരിക്കുന്ന മദനി ഉസ്താദാണ് പുണ്ടൂർ. ആഫിയത്തുള്ള ദീർഘായുസ്സാരോഗ്യം അദ്ദേഹത്തിന് അള്ളാഹു നൽകുമാറാവട്ടെ. അതോടൊപ്പം നമുക്കും അള്ളാഹു അതുപോലെ നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തന്നെയുമല്ല ആ സലാത്തിൻ്റെ ഒരു വാർഷികവും അതോടൊപ്പം ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി ഇന്നൊരു പ്രസംഗമോ വയലോ ഒന്നുമല്ല. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഇഷ്ക് മജ്ലിസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ മജ്ലിസ് നടത്താൻ പോകുന്ന ഇഷ്ക് മജ്ലിസിൻ്റെ ഉസ്താദുമാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ മാസം നമ്മുടെ ബോവിക്കാനത്തടുത്ത് മുതലപ്പാറയിൽ ബുഖാരിയ കോംപ്ലക്സിൻ്റെ കീഴിൽ എൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ഇഷ്ക് മജ്ലിസിൽ ഈ മഹാനവർകൾ തന്നെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം അവർക്കെല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ. ഒരുപാട് കാലം ഇങ്ങനെ ജനങ്ങളെ കൽബിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഇഷ്ക്, ആ ഹുബ്ബ്, അത് കൽബിലേക്ക് പറഞ്ഞ് നമ്മൾ വയല് പറഞ്ഞിട്ടുള്ള എത്തിക്കലല്ല, നല്ല പാട്ട് രൂപത്തിൽ പാടിയിട്ട് പറഞ്ഞിട്ട് കൽബിലേക്ക് കയറ്റി അങ്ങനെ നമ്മളിരുന്ന് അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആ റഹ്മത്തുല്ലിൽ ആലമീനായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദ്റത്തിലേക്ക് എത്തിപ്പോയി എന്ന് നമുക്ക് തോന്നും. അത്രക്കും കൽബിന്, ഹൃദയത്തിന് നല്ല സന്തോഷകരമായിരിക്കുന്ന ഒരു ഇഷ്ക് മജ്ലിസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഉസ്താദുമാർ എല്ലാം ഇവിടെ എത്തി റെഡിയായിരിക്കുകയാണ്. പിന്നെ ഈ വൈകിയ വേളയിൽ എന്തെങ്കിലും കുറേ ഞാൻ നാട്ടുവർത്താനം പറഞ്ഞ് എൻ്റെ സമയം ഞാൻ കളയുന്നില്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ സ്റ്റേജിലേക്ക് നിസ്കരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിസ്കാരം കഴിഞ്ഞ് ഉടനെ സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് വേഗം, കാരണം ഒരു പക്ഷേ മഴയും വരാൻ സാധ്യതയുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ മഴയൊന്നും ഇല്ലാതെ നിന്നാൽ നമ്മളെ പരിപാടി ഭംഗിയായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേഗം പരിപാടി തുടങ്ങി നമുക്കത് കുറച്ച് ആസ്വദിച്ച് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനും വന്നത്. കുറഞ്ഞ സമയം എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല എന്ന് പറഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങളുണ്ട്. അതിപ്പോൾ അസുഖങ്ങൾ പറയുമ്പോൾ എന്നെക്കാളും സുഖമില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മളെല്ലാ രോഗങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ ഉപ്പാപ്പ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് ബർക്കത്തുകൊണ്ട് അല്ലാഹു ശിഫാക്കി തരുമാറാവട്ടെ. നമുക്കെല്ലാം ആയുസ്സുള്ളത്ര കാലം നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല ആഫിയത്തോടു കൂടി ഒരുപാട് കാലം അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിൻ്റെയും സൃഷ്ടാവായിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെയും റഹ്മത്തുല്ലിൽ ആലമീനായ ഉപ്പാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിലായിട്ട് നമ്മളെല്ലാവരെയും ഒരുപാട് കാലം ജീവിപ്പിക്കുകയും അവസാനം നല്ലൊരു മജ്ലിസിൽ നല്ലൊരു സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ
റഹ്മത്തുല്ലിൽ ആലമീനായ ഉപ്പാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിപ്പിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളും ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂലിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു യാത്രയിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഖാജ ഉപ്പാപ്പാൻ്റെ തിരുഹദ്റത്തിലേക്ക് അജ്മീറിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ എല്ലാം പോയി ഉപ്പാപ്പാൻ്റെ തിരുഹദ്റത്തിലെല്ലാം പോയി ഇന്ത്യയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ ജിസീൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെയും അവിടുത്തെ ചുറ്റുപാടിലൊക്കെ ഉള്ളവരെല്ലാം മജ്ലിസിൽ പോയി ഹദ്റത്തിൽ പോയി സിയാറത്താക്കി വരാൻ വേണ്ടി പോകാൻ ഇൻഷാ അല്ലാഹ്. അവിടെ എത്തിയാലുങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളെ അവിടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എത്താനും അതുപോലെ സിയാറത്തിലാക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ കൂടുതലൊന്നും ഞാനിപ്പോൾ ഈ വൈകിയ വേളയിൽ സംസാരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സമയം കളയുന്നില്ല. ഈ മഹത്താക്കപ്പെട്ട യോഗം, ഈ പരിപാടി 32ാമത്തെ വാർഷികമാണ്. ഈ ഹിദായത്തുൽ ഇസ്ലാം എന്ന ഈ സംഘടന ഇവിടെ രൂപീകരിച്ച് 32 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ ഈ ജമാഅത്തിൽ അതോടനുബന്ധിച്ചിട്ട് പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല നമുക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മളെ ഈ സംഘടനയിൽ എത്ര മെമ്പർമാരുണ്ട്? 60ഓളം മെമ്പർമാർ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടാവില്ല, പലവരും വിദേശത്താണ്. അല്ല, അവനവൻ്റെ ജോലി സംബന്ധമായിട്ട് വിദേശത്തും മറ്റ് പലയിടങ്ങളിലുമായിട്ടാണുള്ളത്. എന്നാലും ഇനിയും ഇവിടെ ഒരുപാട് ചെറിയ തലമുറകളുണ്ട്. അവരെല്ലാവരും എന്താവണം, നമുക്കൊന്നും കൂടി പറയാനുള്ളത്, എല്ലാവരും ഇവിടുത്തെ നമ്മളെ ഈ സ്നേഹിച്ചവരോടൊപ്പം ഞങ്ങളെ സഹായിച്ചവരോടൊപ്പം ഞങ്ങൾക്ക് ഭക്ഷണം നൽകി ഞങ്ങളെ ചെറുപ്രായത്തിൽ ഈ നാട്ടുകാരായിരിക്കുന്ന പലവരും ഞങ്ങളെ വളർത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അവൻ്റെ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. നാഥാ റഹ്മാനായ അല്ലാഹ്, നിന്റെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് മരിച്ചുപോയതായിരിക്കുന്ന ഞങ്ങളെ ഈ പള്ളിക്കൊല്ലം സ്ഥലം തന്ന നമ്മളെ തൊട്ടടുത്തുള്ള പോക്കൂച്ച മരിച്ചുപോയി, അവരെ മഹാനവറുകളുടെ ചെറിച്ചാൻ അന്തോൻച്ച, ഇങ്ങനെ 2-3 മഹൽ വ്യക്തികൾ നിസ്കരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. അവരെല്ലാം ഇന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് മരിച്ചുപോയി. അവരെല്ലാം കബറിടവും നമ്മുടെ ആലൂർ പള്ളിയിൽ തന്നെയാണ്. പടച്ചവനെ അല്ലാഹ്, അവരെല്ലാവരെ കബറിടവും നീ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണം അല്ലാഹ്. കബറിൽ എന്തെങ്കിലും വല്ല അദാബും ജീവിതകാലത്ത് അവരിൽ നിന്ന് വന്നുവാ പാവപ്പേവുകൾ കൊണ്ട് ഉണ്ടെങ്കിൽ പടച്ചവനെ എല്ലാം ഈ മജ്ലിസിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീനായ ഉപ്പാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെല്ലാവരുടെ കബറും അവരോടനുബന്ധിച്ച് ആ പള്ളി മദാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളുടെയും കബറിടം നീ സ്വർഗപ്പൂങ്കാവനമാക്കണം അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്. കൂട്ടത്തിലും അതുപോലെ മഹ്മൂദാജിൻ്റെ ജ്യേഷ്ഠൻ്റെ അധ്യക്ഷ എന്ന് പറയും, അവരെല്ലാം നമ്മളെ വലിയ അടുത്ത ആളായിരുന്നു, മരിച്ചുപോയി പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ. പടച്ചവനെ അവരെ കബറിടം നീ സ്വർഗപ്പൂങ്കാവനമാക്കി കൊടുക്കണം അല്ലാഹ്. അതുപോലെ മൊലാർച്ചാൻ ഉമ്മ, അതുപോലെ ഒരുപാട് ആളുകൾ, മോമിനി പെണ്ണുങ്ങളും ആണുങ്ങളും പലവരും മരിച്ചുപോയി. എല്ലാവരെ കബറിടം നീ സ്വർഗപ്പൂങ്കാവനമാക്കണം അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, നാളെ അവരെയും ഞങ്ങളെയും എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا